ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർത്തികയുടെ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് എയ്ഡ്സ് ഡേയുടെ ഭാഗമായിട്ടുള്ളൊരു റാലിക്ക് പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എയ്ഡ്സ് ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ എയ്ഡ്സിനെ പറ്റി ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ ഇന്ദുബാല കിടന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, മൈൻഡാക്കണ്ട. നമ്മൾ ഇവിടെ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ എയ്ഡ്സ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഒരുപാട് സോഷ്യൽ സ്റ്റിഗ്മയുള്ള ഒരു രോഗമാണ്. അപ്പോൾ അത് അത്ര സ്റ്റിഗ്മ ആക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് റാലിക്ക് പോകുന്നത്. അപ്പോൾ ഗൈസ്, ഭുവനേഷ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ മാറ്റി നിർത്തേണ്ടതും ഇല്ലാണ്ടാക്കേണ്ടതും എയ്ഡ്സ് എന്ന രോഗത്തെയാണ്, അല്ലാണ്ട് രോഗബാധിതരല്ല. പബ്ലിക് പ്ലേസിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നെ ഈ വീഡിയോൻ്റെ സൗണ്ടിന് വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ടായതുകൊണ്ടാണ് ഞാനത് പോസ്റ്റ് ചെയ്യുന്നത്. അതിൽ നിറങ്ങളങ്ങുകില്ല കട്ടായം, കിനാവ് കൊണ്ട് കെട്ട് കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവ്. ചെറിയ ഭൂമിയല്ല വിധിച്ചത് നമുക്ക്, ഉച്ചിക്കിറുക്കിൽ നീ ഉയരത്തിൽ പറക്ക്, ചെറി പൂത്താലും താമര കണക്ക്, ചോറ് പോരെ മണ്ണിൽ ജീവിക്കാൻ നമുക്ക്.
സംശയങ്ങളുടെ പൂർത്തികരണം നടപ്പിലാക്കുവാൻ അച്ഛന്മാരുടെ ഒരു മാർഗത്തെ സംസ്ഥാനത്തോടുള്ള മുനിസിപ്പൽ കോൺഗ്രസ് അവരുടെ സംഘർഷം ഇതിനാണ് അത് പൂർത്തമാക്കുക ആൾക്കാർ ദിവസം കണക്കിലുള്ള വിഭാഗത്തിൽപ്പെട്ട ഒരു റിട്രോ വൈറസാണ് എയ്ഡ്സ് വൈറസ്. HIV അണുബാധ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധശേഷി നൽകുന്ന CD4 കോശങ്ങളെ ബാധിക്കുകയും അവയെ ദിനംപ്രതി നശിപ്പിച്ച് പ്രതിരോധശേഷിയിൽ ഗണ്യമായ കുറവ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. പ്രധാനമായും 4 രീതിയിലൂടെ രോഗം പകരാം. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, അണുവിമുക്തമല്ലാതെയുള്ള കുത്തിവയ്പ്പുകൾ, രോഗം ബാധിച്ച അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക്, ബാധിതരിൽ നിന്ന് രക്തം സ്വീകരിക്കുക എന്നിവയാണ് പ്രധാനമായും പകരുന്ന രീതികൾ. മറിച്ച് നാം പലരും വിചാരിക്കുന്നത് പോലെ ഒരുമിച്ച് താമസിച്ചതുകൊണ്ടോ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതുകൊണ്ടോ മറ്റോ HIV പകരുന്നില്ല. ഒരു രോഗം വരുന്നതിലുപരി അത് വരാതെ നോക്കുക എന്നതാണ് പ്രധാനം. രോഗാണുവാഹകരുമായി ലൈംഗിക ബന്ധം ഒഴിവാക്കുക, സിറിഞ്ച്, സൂചി തുടങ്ങിയവ കൃത്യമായി ഉപയോഗിക്കുകയും ഉപയോഗശേഷം ശരിയായ രീതിയിൽ സംസ്കരിക്കുകയും ചെയ്യുക തുടങ്ങിയവയിലൂടെ ഒരു പരിധിവരെ രോഗം നിയന്ത്രിക്കാവുന്നതാണ്. HIV ബാധിതരെ ആട്ടിയകറ്റുന്ന ഒരു സമൂഹം നമുക്ക് മുന്നിൽ നിൽക്കുമ്പോഴും അവരെ ആശ്വസിപ്പിക്കാനും അവർക്ക് വേണ്ട തുടർ ചികിത്സയും അവരുടെ ജീവിതത്തെ സാധാരണ നിലയിലാക്കുന്നതിലും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും സർക്കാരിൻ്റെ സംഘടനകൾ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഗർഭിണികൾക്കും രോഗബാധിതരായ അമ്മമാരുടെ കുഞ്ഞുങ്ങൾക്കും HIV ബാധിതർക്കും HIV-യുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നവർക്കും സ്വന്തം ഇഷ്ടപ്രകാരമോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമോ സൗജന്യ പരിശോധനകളും കൗൺസിലിങ്ങും ജ്യോതിസ് എന്ന പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ HIV ബാധിതർക്ക് വേണ്ട പരിചരണം, പിന്തുണ, ചികിത്സ എന്നിവ ചുരുങ്ങിയ ചിലവിലും ഉയർന്ന നിലവാരത്തിലും വിശ്വസമായി ലഭ്യമാണ്. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, ലൈംഗിക തൊഴിലാളികൾ, മയക്കുമരുന്ന് ഉപഭോക്താക്കൾ, ട്രാൻസ്ജെൻഡർ എന്നിവരെ കേന്ദ്രീകരിച്ച് HIV പകരാതിരിക്കാൻ സ്വഭാവ രൂപീകരണത്തിനുമുള്ള കൗൺസിലിങ്ങും സൗജന്യ കോണ്ടം വിതരണവും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയുള്ള രോഗികളെക്കുറിച്ചുള്ള ബോധവത്കരണവും കൊടുക്കുന്ന പദ്ധതിയാണ് സുരക്ഷ. ഇതുകൂടാതെ 24 മണിക്കൂറിലും HIV ബാധിതർക്കായി ഫോൺ മുഖാന്തരമുള്ള സൗജന്യ കൗൺസിലിംഗ്, ടെലി കൗൺസിലിംഗ് വഴി നൽകി വരുന്നു. HIV ബാധിതരുടെ അവകാശങ്ങളെ ചൂഷണം ചെയ്യുന്നതിനെക്കുറിച്ച് നാം ഭയക്കേണ്ടതില്ല. HIV ബാധിതരുടെ വിവരങ്ങൾ നിർബന്ധമായും രഹസ്യമായി സൂക്ഷിക്കേണ്ടതും അവരുടെ സമ്മതം കൂടാതെ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതുമല്ല. മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടന പ്രകാരമുള്ള എല്ലാ മൗലിക അവകാശത്തിലും തുല്യ പരിഗണന അവർക്കുണ്ട്. ആൻറ്റി റിട്രോ വൈറൽ തെറാപ്പി വഴി രോഗം ഒരു പരിധിവരെ ചെറുക്കാനും ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കാനും കഴിയുന്നതാണ്. ആട്ടി അകറ്റുകയല്ല, ചേർത്ത് നിർത്തലാണ് പ്രധാനം. അതിനായി നമുക്ക് കൈകോർക്കാം.
അപ്പോൾ അത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചേർത്ത് പിടിക്കുക എല്ലാവരെയും.